എന്റെ ഇപ്പോ ഒരു ചർച്ചയൊന്നും ഉണ്ടായില്ല. എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഈ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ എതിരുമാണ്, കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരിന് എതിരാണ്. അതന്നെ നമ്മുടെ നിലപാട്. അപ്പൊ ചില ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും എന്റെ അഭിപ്രായത്തിൽ അവസാനം നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടെ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എല്ലാവർക്കും ഒരു പക്ഷേ അത് അറിയാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സത്യസായിബാബ ഒരിക്കലും പറഞ്ഞു അത്രേ, ഈ പുട്ടപർത്തി അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഭാഗത്തൊക്കെ അനന്തപൂർ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം അനന്തപുരി അല്ലേ, അപ്പൊ ഐ ആം ദി ഐ ഇൻ അനന്തപൂർ. അനന്തപൂർ പ്ലസ് ഐ ആണ് അനന്തപുരി. അതുകൊണ്ട് ഞാൻ ആണ് തിരുവനന്തപുരത്തിന്റെ ഐ. അപ്പൊ ആ സ്പെഷ്യൽ ബന്ധം നമ്മുടെ നഗരത്തൊപ്പം ഉണ്ട്. അതും കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വിചാരിച്ചതായിരുന്നു, മറന്നുപോയ വേദിയിൽ. പക്ഷെ എന്തായാലും നിങ്ങളോടൊന്ന് പറയുന്നു. കംപ്ലീറ്റ്ലി അനാവശ്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ഒരു വാക്ക് കേട്ടിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച്. ആദ്യത്തെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങളിലൊക്കെ പ്രവർത്തനം തുടങ്ങണം. അതിന് സമയം കൂടുതലില്ല. ഈ വരാൻ പോകുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ നവംബർ കഴിഞ്ഞ ഉടനെ ഒരു 4-5 മാസത്തിനകത്ത് നമ്മളുടെ നിയമസഭ തെരഞ്ഞെടുപ്പും വരും. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ തയ്യാറാവാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിലാണ് എന്റെ അഭിപ്രായത്തിൽ എല്ലാവരെയും ശ്രദ്ധ ആവശ്യമുള്ളത്. നമ്മള് ഒരു ബിൽഡിംഗ് കെട്ടുന്ന മുമ്പ് അതിന് ഫേർണിച്ചർ മേടിക്കാൻ വലിയ ധൃതിയില്ല. ആദ്യം ബിൽഡിംഗ് കെട്ടിക്കൊണ്ട് നോക്കാം. നമ്മൾ വിജയം ആദ്യം ഉറപ്പിക്കട്ടെ, പിന്നെ നോക്കാം ആരൊക്കെയാണ് ഏത് നിലയിലാണ് താമസിക്കാൻ പോകുന്നത്. ഏത് നോക്കൂ, നമ്മളുടെ സംസ്ഥാനത്തിൽ എല്ലാ സമുദായത്തിനും ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ NSSന്റെ ചടങ്ങിൽ ഒരു ഉദ്ഘാടകനായിരുന്നു 2 വർഷം മുമ്പ്. എല്ലാ സമുദായത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതും അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അതിലൊരു തെറ്റ് കാണുന്നില്ല. അവസാനത്തിൽ ഒരു ഭരണം വരുന്ന സമയത്തിൽ ഒരു സെക്യുലർ ഭരണം തന്നെ ആയിരിക്കും. അതിന്റെ അർത്ഥം നമ്മളുടെ ഓരോരു വിഷയത്തിന്റെ മെറിറ്റ്സ് മനസ്സിലാക്കിയിട്ട് എടുക്കുന്നു. പക്ഷെ എല്ലാവരും ഒപ്പം സമ്പർക്കത്തിൽ ഇരിക്കുന്നതും എല്ലാവരെയും കാണുന്നതും അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിലും ഒരു തെറ്റില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ കടമയാണ്. അത് ചെയ്യണം. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല.